വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. ജീവിതത്തിൽ ഏറ്റവും മൂല്യമുള്ളതും എല്ലാവരും ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള വലിയ വിഷയങ്ങളാണ് ഈ 3 വിഷയങ്ങളും. ഒഴിച്ചു നിർത്താൻ സാധിക്കാത്ത, ജീവിതത്തിൽ മാറ്റി നിർത്താൻ പറ്റാത്ത ഈ 3 വിഷയങ്ങൾ വളരെ അത്യന്താപേക്ഷിതവും അതുപോലെ തന്നെ ഗൗരവമുള്ളതുമാണ് എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ: ആഹാരം, ആരോഗ്യം, സൗന്ദര്യം. ഇതില് ആഹാരവും ആരോഗ്യവും സൗന്ദര്യവും എല്ലാവരും ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങളാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും ആഗ്രഹമുള്ള കാര്യമാണ് ജീവിക്കുന്ന കാലത്ത് നല്ല ആരോഗ്യത്തോടു കൂടെ ജീവിക്കുക എന്നത്. അതുപോലെ തന്നെ വളരെ സ്വാദിഷ്ടമായ, സുഭിക്ഷമായ ആഹാരം കഴിക്കുക എന്നതും വളരെ ആഗ്രഹമുള്ള കാര്യമാണ്. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു മനുഷ്യൻ ജീവിതത്തിൽ കറുത്തവനാണെങ്കിലും വെളുത്തവനാണെങ്കിലും അവന് സൗന്ദര്യം ഉണ്ടാവുക എന്നത് എല്ലാവരാലും ആഗ്രഹിക്കപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ 3 വിഷയങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയാൻ കാരണം. യഥാർത്ഥത്തിൽ ഒരു ആരോഗ്യമുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനൊരു പൂർണ്ണ ആരോഗ്യവാനാവണമെങ്കിൽ ആദ്യമായിട്ട് അവൻ ഫിസിക്കലി ആരോഗ്യവാനായിരിക്കണം. ഫിസിക്കലി മീൻസ് ശാരീരികമായിട്ട് ആരോഗ്യമുള്ള ആളാകണം. രണ്ടാമതായിട്ട് അയാൾ മെന്റലി ആരോഗ്യമുള്ള ആളായിരിക്കണം, മാനസികമായിട്ട് ആരോഗ്യമുള്ള ആളായിരിക്കണം. മൂന്നാമതായിട്ട് ഇക്കണോമിക്കലി, സാമ്പത്തികമായിട്ടും അവൻ ആരോഗ്യമുള്ളവനായിരിക്കണം. നാലാമതായിട്ട് സോഷ്യലി, അവൻ സാമൂഹികമായിട്ട് ആരോഗ്യമുള്ളവനായിരിക്കണം. അവസാനമായി സ്പിരിച്വലി, അവൻ ആത്മീയമായി ആരോഗ്യമുള്ളവനായിരിക്കണം. ഇങ്ങനെ ഫിസിക്കലി, മെന്റലി, ഇക്കണോമിക്കലി, അതുപോലെ സോഷ്യലി ആൻഡ് സ്പിരിച്വലി ഒരാൾ ആരോഗ്യവാനാകുമ്പോഴാണ് അവനെ ഒരു പൂർണ്ണ ആരോഗ്യവാൻ എന്ന് വിളിക്കുന്നത്. ആ സമയത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, ഒരാൾക്ക് ശാരീരികമായിട്ട് ആരോഗ്യമുണ്ട്, ഫിസിക്കലി അയാൾ ഫിറ്റാണ്, പക്ഷേ മെന്റലി അയാൾ ക്ലിയർ അല്ലെങ്കിൽ, മാനസികമായിട്ട് അയാൾ ആരോഗ്യവാൻ അല്ലെങ്കിൽ അയാളെ ഒരു പൂർണ്ണ ആരോഗ്യവാൻ എന്ന് വിളിക്കാൻ സാധിക്കില്ല. ശാരീരികമായിട്ട് ഓക്കെയാണ്, പക്ഷേ മാനസികമായിട്ട് അയാൾക്ക് ആരോഗ്യമില്ലെങ്കിൽ, അയാൾക്ക് എന്തെങ്കിലും സംതിങ് കുറവുണ്ടെങ്കിൽ അയാളെ ഒരു പൂർണ്ണ ആരോഗ്യവാൻ എന്ന് പറയാൻ പറ്റില്ല. ഇനി ഫിസിക്കലിയും മെന്റലിയും അയാൾ ഓക്കെയാണ്, പക്ഷേ അയാൾ സോഷ്യലി, സാമൂഹികമായിട്ട് അയാൾക്ക് ആരോഗ്യക്കുറവുണ്ടെങ്കിൽ, അതെങ്ങനെ സാമൂഹികമായിട്ടുള്ള ആരോഗ്യക്കുറവ്? അയാൾ ഫിസിക്കലി ഓക്കെയാണ്, മെന്റലി ഓക്കെയാണ്, ഇക്കണോമിക്കലി, സാമ്പത്തികമായിട്ടും അയാൾ ആരോഗ്യവാനാണ്, പക്ഷേ സോഷ്യലി മറ്റുള്ളവരുമായി ഇടപഴകുന്ന സമയത്ത് മറ്റുള്ളവർക്ക് യാതൊരു തരത്തിലുള്ള ഹെൽപ്പും ചെയ്യാത്ത ആളുകളാണെങ്കിൽ, സഹായവും ചെയ്യാത്ത ആളുകളാണെങ്കിൽ
അയാളെ ഒരു പൂർണ്ണമായ ആരോഗ്യവാൻ എന്ന് പറയാൻ പറ്റില്ല എന്നാണ്. മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ടും അയാൾ ഒരു പൂർണ്ണ ആരോഗ്യവാനായിട്ട് മാറും. ഇനി അയാൾക്ക് ആ ശാരീരികമായിട്ടും മാനസികമായിട്ടും സോഷ്യലി ആയിട്ടും അയാൾക്ക് ആരോഗ്യമുണ്ട്. പക്ഷെ അയാള് എന്തല്ല, ഇക്കണോമിക്കലി സാമ്പത്തികമായിട്ട് ആരോഗ്യവാനല്ലെങ്കിൽ, സമ്പത്ത് അയാളുടെ കയ്യിലില്ലെങ്കിൽ അയാൾക്ക് ശാരീരികവും മാനസികവുമായ ആരോഗ്യം ഉണ്ടായിട്ട് യാതൊരു കാര്യമില്ല എന്നാണ്. ഇനി ഇതൊക്കെ ഉണ്ട്, ഫിസിക്കലി ഓക്കെയാണ്, മെന്റലി ഓക്കെയാണ്, അതുപോലെ തന്നെ സോഷ്യലി ഓക്കെയാണ്, അതേപോലെ ഇക്കണോമിക്കലി ഓക്കെയാണ്. പക്ഷേ സ്പിരിച്വലി ആത്മീയമായിട്ട് അവന് ആരോഗ്യം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, ഈ ആത്മീയ ആരോഗ്യം എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള കണക്ഷനാണ്. ദൈവത്തിനോട് ചില കടമകളും കടപ്പാടുകളും നമുക്കുണ്ട്. അത് നിർവഹിക്കേണ്ട കാര്യത്തിൽ അവൻ പരാജിതനാണെങ്കിലും അവനെയും പൂർണ്ണ ആരോഗ്യവാൻ എന്ന് വിളിക്കാൻ പറ്റില്ല എന്നാണ് പഠനം പറയുന്നത്. അപ്പൊ 5 തരത്തിൽ ഫിസിക്കലി, മെന്റലി, ഇക്കണോമിക്കലി ആൻഡ് സോഷ്യലി ആൻഡ് സ്പിരിച്വലി, ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും സാമുദായികമായും അതുപോലെ തന്നെ ആത്മീയമായും ഒരാൾ ആരോഗ്യവാനാകുന്ന സമയത്താണ് അയാളെ കംപ്ലീറ്റ് ഹെൽത്തി മാൻ, പൂർണ്ണ ആരോഗ്യവാൻ എന്ന് വിളിക്കപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ആരോഗ്യം നിലനിന്നാൽ മാത്രമാണ് നല്ല ആഹാരം കഴിക്കാനും നല്ല സൗന്ദര്യം നിലനിർത്താനും നമുക്ക് സാധിക്കുന്നു. ആദ്യമായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടത് ആരോഗ്യമാണ്. ശാരീരികമായ ആരോഗ്യം ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ ആത്മീയമായും അതുപോലെ തന്നെ മാനസികമായും സാമ്പത്തികമായിട്ടുള്ള ആരോഗ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം. ഒരാൾക്ക് ഇഷ്ടം പോലെ പണമുണ്ട്, ഇഷ്ടം പോലെ സമ്പത്തുണ്ട്, പക്ഷെ അയാൾക്ക് മാനസികമായിട്ട് ആരോഗ്യമില്ലെങ്കിൽ ആ സമ്പത്ത് കൊണ്ട് ഒരു പ്രയോജനമില്ല. ഇഷ്ടം പോലെ സമ്പത്തുണ്ട്, പക്ഷേ രുചികരമായ ആഹാരങ്ങളൊന്നും കഴിക്കാൻ സാധിക്കുന്നില്ല, അത്രയധികം രോഗങ്ങൾക്ക് അടിമയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ആ ആരോഗ്യം കൊണ്ട് ഒരു ഫലമില്ല. അപ്പൊ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കപ്പെടേണ്ടത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ഞാൻ പറയുന്നത് ആരോഗ്യ മേഖലയിലാണ്. സ്വന്തം ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. മരണം വരെ ആരോഗ്യത്തോടുകൂടെ ചുറുചുറുക്കോടുകൂടെ ജീവിക്കുന്നതിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പണം പെടേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഇഷ്ടം പോലെ സമ്പത്ത് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ സ്വന്തം ശരീരത്തിന്റെ കാര്യം പലപ്പോഴും നമ്മൾ മറന്നു പോവുകയാണ്. സ്വന്തം ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്തുന്ന കാര്യത്തിൽ നമ്മൾ പരാജിതരാണ്. ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പണം ചെലവഴിക്കപ്പെടുന്നുണ്ട്, ഒരുപാട് മേഖലകൾ. പക്ഷേ സ്വന്തം ആരോഗ്യത്തെ മറന്നുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ എല്ലാ മേഖലകളിലും പണം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടി ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ഇപ്പൊ 5 ആരോഗ്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. നമ്മളൊന്ന് ചിന്തിക്കുക, ഈ 5 ആരോഗ്യവും നമുക്കുണ്ടോ? ശാരീരികമായി നമ്മൾ ആരോഗ്യവാനാണോ? അത് കഴിഞ്ഞ് നമ്മൾ മാനസികമായിട്ട് ആരോഗ്യവാനാണോ? നമ്മൾ സാമ്പത്തികമായിട്ട് ആരോഗ്യവാനാണോ? നമ്മൾ സാമുദായികമായി സോഷ്യലായിട്ട് നമ്മൾ ആരോഗ്യവാനാണോ? മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്ഥിതിയൊക്കെ നമുക്കുണ്ടോ? ആത്മീയമായും നമ്മൾ
ആരോഗ്യവാനാണോ എന്ന് ഒരു വിചിന്തനം നമ്മൾ നടത്തിക്കഴിഞ്ഞാൽ ആരോഗ്യത്തിന്റെ ആവശ്യകത കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടും. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ആരോഗ്യം സൃഷ്ടിച്ചെടുക്കുന്നതിന്, ഒരു പൂർണ്ണ ആരോഗ്യം സംജാതമാക്കുന്നതിന്, നമ്മുടെ ജീവിതത്തിൽ മരണം വരെ ഒരു നല്ല ആരോഗ്യവാനായി ജീവിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ആഹാരം എന്ന് പറയുന്നത്. അന്നം. നമ്മൾ സാധാരണ പറയാറുണ്ട് അന്നമാണ് ഉന്നം. അന്നത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഏതൊക്കെ അന്നമാണ് നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ചിന്തിക്കുന്നത് പോലെ, നമ്മൾ മനസ്സിലാക്കിയതുപോലെ കഴിക്കുന്ന ഭക്ഷണം മാത്രമാണോ അന്നം? കുടിക്കുന്ന വെള്ളം മാത്രമാണോ അന്നം? ഒരിക്കലുമല്ല. കഴിക്കുന്ന ഭക്ഷണം അന്നമാണ്, കുടിക്കുന്ന വെള്ളം അന്നമാണ്, ശ്വസിക്കുന്ന വായു അന്നമാണ്, കേൾക്കുന്ന കേൾവി അന്നമാണ്, കാണുന്ന കാഴ്ച അന്നമാണ്. അപ്പൊ നല്ല ഭക്ഷണം മാത്രം കഴിച്ചാൽ പോരാ, നല്ല വെള്ളം മാത്രം കുടിച്ചാൽ പോരാ, നല്ലത് ശ്വസിച്ചാൽ മാത്രം പോരാ. കേൾക്കുന്ന കേൾവികളൊക്കെ നല്ല ബെറ്റർ ഭക്ഷണമായിരിക്കണം, അന്നമായിരിക്കണം. കാണുന്ന കാഴ്ചകളൊക്കെ നല്ല അന്നമായിരിക്കണം, പോസിറ്റീവായ അന്നമായിരിക്കണം. അപ്പൊ നല്ല ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുന്നവർ, നല്ല വെള്ളം കുടിക്കാൻ ശ്രമിക്കുന്നവർ, നല്ല വായു ശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നവർ നല്ലത് കാണാൻ വേണ്ടിയും ശ്രമിക്കണമെന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. നമ്മൾ കാണുന്നത് തീർത്തും നെഗറ്റീവുകളാണ്. നമ്മളെ സ്വാധീനിക്കുന്നത് മുഴുവനും നെഗറ്റീവുകളാണ്. ദുഷിച്ച കാര്യങ്ങളും ദുർചിന്തകളുമാണ് നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കാഴ്ചക്ക് വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ കാണുന്നത് നല്ലതാക്കി മാറ്റാൻ, നല്ലതിനെ കാണാനുള്ളൊരു കണ്ണ് ഉണ്ടാക്കിയെടുക്കാൻ, കാഴ്ച ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ കേൾക്കുന്നതും അന്നമാണ്. എന്ത് കേൾക്കുകയാണെങ്കിലും പോസിറ്റീവ് കേൾക്കാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാക്കിയെടുക്കണം. പോസിറ്റീവായ കാര്യങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി ശ്രമിക്കണം. അതുകൊണ്ടാണ് പ്രഭാതവേളയിൽ നമ്മൾ പോസിറ്റീവായ വചനങ്ങൾ വായിക്കണമെന്ന് നമ്മളോട് പറയപ്പെടുന്നത്. അത് ഖുർആൻ നമുക്ക് വായിക്കാം, ബൈബിൾ നമുക്ക് നല്ല ഭക്ഷണമായി എടുക്കാം, ഭഗവത്ഗീത നമുക്ക് നല്ല ഭക്ഷണമായി എടുക്കാം. പോസിറ്റീവ് ചിന്തകൾ നിറഞ്ഞൊഴുകുന്ന ഏത് പുസ്തകങ്ങളും വായിക്കുക എന്നത് നല്ല ഭക്ഷണം കൊടുക്കുന്നതിന് തുല്യമാണ്. ഭക്ഷണം കഴിക്കുന്നവരാണ് നമ്മൾ, വെള്ളം കുടിക്കുന്നവരാണ് നമ്മൾ, വായു, ശുദ്ധവായു ശ്വസിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് നമ്മൾ, നല്ലത് കാണാനും കേൾക്കാനും ശ്രമിക്കുന്നവരാണ് നമ്മൾ. അങ്ങനെയാണെങ്കിൽ ഏത് ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത്? ഏത് ഭക്ഷണം കഴിക്കണം? അന്നത്തിന്റെ ക്വാളിറ്റിയാണ് അണ്ടത്തിന്റെ ക്വാളിറ്റി. അണ്ടത്തിന്റെ ക്വാളിറ്റിയാണ് ബീജത്തിന്റെ ക്വാളിറ്റി. ബീജത്തിന്റെ ക്വാളിറ്റിയാണ് പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞിന്റെയും ക്വാളിറ്റി. വളരെ ശ്രദ്ധിക്കണം. അന്നമാണ് അണ്ടത്തിന്റെ ക്വാളിറ്റി. അണ്ടത്തിന്റെ ക്വാളിറ്റിയാണ് ബീജത്തിന്റെ ക്വാളിറ്റി. ബീജത്തിന്റെ ക്വാളിറ്റിയാണ് പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞിന്റെയും ക്വാളിറ്റി. അപ്പൊ നല്ല അണ്ടമുണ്ടാവണമെങ്കിൽ, നല്ല ബീജം സംജാതമാകണമെങ്കിൽ, നല്ല കുഞ്ഞ് പിറന്നു വീഴണമെങ്കിൽ അന്നത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നല്ല ഭക്ഷണം കഴിക്കണം, നല്ല ഭക്ഷണം കഴിക്കണം. ആ സമയത്താണ് ഈ ക്വാളിറ്റി ഉണ്ടാവുന്നത്. അന്നമയ കോശം മനോമയ കോശമെന്ന്. അന്നം നല്ല കോശങ്ങളെ ഉണ്ടാക്കുന്നു. ആ നല്ല കോശങ്ങൾ നല്ല മനസ്സുണ്ടാക്കുന്നു. അപ്പൊ അന്നം നന്നായാൽ മനസ്സ് നന്നായി എന്നർത്ഥം. നല്ല ഭക്ഷണം കഴിച്ചാൽ നല്ല മനസ്സുണ്ടാവും.
നല്ല ആരോഗ്യമുള്ള മനസ്സുണ്ടാകും, നല്ല ചിന്താശക്തിയുള്ള മനസ്സുണ്ടാകും, നല്ല കാര്യങ്ങളെ മാത്രം ശ്രവിക്കാനും കാണാനും തിരഞ്ഞെടുക്കാനുമുള്ള ഒരു നല്ല മനസ്സ് നമുക്ക് സംജാതമാകും. അതിന് ഭക്ഷണം നന്നാവണം, കുടിക്കുന്ന വെള്ളം നന്നാവണം. അങ്ങനെയാണെങ്കിൽ ഏത് ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത്, ഏത് വെള്ളമാണ് നമ്മൾ കുടിക്കേണ്ടത്, ഏത് ഭക്ഷണം കഴിക്കണം, ഏത് വെള്ളം കുടിക്കണം? വിധിച്ച ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത്, വിധിച്ച വെള്ളമാണ് നമ്മൾ കുടിക്കേണ്ടത്. ഏതാണ് വിധിച്ച ഭക്ഷണം? നമ്മളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, വളരെ പ്രധാനമായി കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശീലിച്ചിരിക്കുന്നത്, ഏറ്റവും പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത് അരി ആഹാരത്തിനാണല്ലോ. അരിയാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട ഭക്ഷണം. എന്നാൽ ഇതൊരു വിധിച്ച ഭക്ഷണമാണോ? വിധിച്ച ഭക്ഷണം എന്ന് പറഞ്ഞാൽ പ്രകൃതി നമുക്ക് വിധിച്ച ഭക്ഷണം, ദൈവം നമുക്ക് വിധിച്ച ഭക്ഷണം. ഒരാരോഗ്യമുള്ള ശരീരമുണ്ടാവാൻ, ഒരാരോഗ്യമുള്ള മനുഷ്യനുണ്ടാവാൻ ഏത് ഭക്ഷണം കഴിക്കണം? അതാണ് വിധിച്ച ഭക്ഷണം. വിധിച്ച ഭക്ഷണം എന്ന് പറയുന്നത് അരിയാണോ? അരി എന്ന് പറയുന്നത്, ഇക്കോളജി എന്ന് പറയുന്ന ശാസ്ത്രം പറയുന്നത്, എല്ലാ ജീവനുള്ളതിനെ കുറിച്ചും പ്രതിപാദിക്കുന്ന ശാസ്ത്രമായ ഇക്കോളജി പറയുന്നത്, അരി എന്ന് പറയുന്നത്, ഗോതമ്പ് എന്ന് പറയുന്നത് പക്ഷികളുടെയും താറാവുകളുടെയും ഭക്ഷണമാണ്. അരി എന്ന് പറയുന്നത്, ഗോതമ്പ് എന്ന് പറയുന്നത് താറാവുകളുടെയും പക്ഷികളുടെയും ഭക്ഷണമാണ്. അതിന്ന് മനുഷ്യർ കഴിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ മനുഷ്യന് വിധിച്ച ഭക്ഷണം ഏതാ? മനുഷ്യന് വിധിച്ച ഭക്ഷണം പ്രകൃതി പറയുന്നത്, ദൈവം വിധിച്ച ഭക്ഷണം ഫ്രൂട്ട്സ് ആണ് എന്ന്. ദൈവം വിധിച്ച ഭക്ഷണം ഫ്രൂട്ട്സ് ആണ്. വിധിച്ച വെള്ളം ഏതാണ്? നമ്മൾ സാധാരണ പറയാറുണ്ട്, പച്ചവെള്ളം നല്ല വെള്ളമാണ്. ഒരു തർക്കമില്ല. പക്ഷേ വിധിച്ച വെള്ളം എന്ന് പറയുന്നത് പച്ചവെള്ളമല്ല, ഏതെങ്കിലും ഒരു ഫ്രൂട്ടിന്റെ വെള്ളമാണ്, ജ്യൂസാണ്. അത് ഏത് ഫ്രൂട്ടും ആവാം. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് ഫ്രൂട്ടും, അത് മാംഗോ ആവാം, അത് ബനാനയാവാം, അത് പൈനാപ്പിൾ ആവാം, അത് ആപ്പിൾ ആവാം, അത് മുന്തിരിയാവാം, അത് പേരക്കയാവാം, അത് ഓറഞ്ച് ആവാം. ഏത് ഫ്രൂട്ടാണോ നമുക്ക് ലഭ്യമായിട്ടുള്ളത്, അതാണ് വിധിച്ച ഭക്ഷണം. അല്ലേ? നമുക്കറിയാം സ്വർഗത്തിലെ ഭക്ഷണം ഏതാ? സ്വർഗത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭക്ഷണം കായ്കനികളാണ്, ഫ്രൂട്ട്സുകളാണ്. മാനവരാശിയുടെ ആദിമ മനുഷ്യൻ ആദം, അതുപോലെ തന്നെ ഹവ്വാ ബീവിയും ആദ്യമായി ഭുജിച്ച ഭക്ഷണം ഏതാ? കായ്ക്കനിയാണ്. എന്നാൽ അവിടെയും ഒരു പാളിച്ച സംഭവിച്ചു പോയിട്ട് നമുക്കറിയാം. ഇഷ്ടംപോലെ കഴിക്കാൻ സാധിക്കുന്ന ഒരുപാട് കനികൾ, ഒരുപാട് കായകൾ, ഒരുപാട് ഫ്രൂട്ട്സുകൾ ആ സ്വർഗീയ ലോകത്ത് ഉണ്ടായിട്ടും കഴിക്കാൻ പറ്റാത്ത ഒരൊറ്റ ഫ്രൂട്ടിലേക്കാണ് ആദ്യം മനുഷ്യൻ തിരിഞ്ഞത്. അത് പൈശാചികമാവാം, പിശാചിന്റെ പ്രേരണയാവാം. എന്താണെങ്കിലും ഒരു കനി മാത്രം നിങ്ങൾ ഭക്ഷിക്കരുത്, മറ്റേത് കനി വേണമെങ്കിലും നിങ്ങൾ ഭക്ഷിച്ചോളൂ എന്ന് പറഞ്ഞപ്പോഴും ആദ്യത്തെ മനുഷ്യൻ പിശാചിന്റെ പ്രേരണ മൂലം പോകുന്നത് കഴിക്കാൻ പറ്റാത്ത ആ ഫ്രൂട്ടിലേക്കാണ്. ഇന്ന് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. കഴിക്കാൻ പറ്റാത്ത ഭക്ഷണമാണ് നമ്മളെല്ലാവരും തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരോഗ്യ മേഖല വലിയ ചോദ്യചിഹ്നമായി നിൽക്കുക. ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യർ കഴിക്കേണ്ട ഭക്ഷണം, വിധിച്ച ഭക്ഷണം എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് ആണ്. ഫ്രൂട്ട്സിന്റെ അളവ് വർദ്ധിപ്പിക്കണം. അത് വർദ്ധിപ്പിക്കണമെങ്കിൽ നമ്മുടെ തോട്ടങ്ങൾ ഫ്രൂട്ട്സിന്റെ തോട്ടങ്ങളായി മാറണം. നമ്മുടെ പറമ്പുകൾ ഫ്രൂട്ട്സുകളുടെ പറമ്പുകളായി മാറണം.
വിധിച്ച വെള്ളം കുടിക്കണമെങ്കിൽ ഫ്രൂട്ട്സുകളുടെ വെള്ളം കുടിക്കണം. ഏതെങ്കിലും ഒരു ഫ്രൂട്ടിന്റെ ജ്യൂസ്. അതിന് പഞ്ചസാര ചേർക്കാൻ പാടില്ല, അതിന് ഉപ്പ് ചേർക്കാൻ പാടില്ല. അത് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നത് പോലെ നാച്ചുറൽ ആയിട്ട് കഴിക്കാൻ വേണ്ടി ശീലിക്കണം. രാവിലെ ഒരു വാഴപ്പഴത്തിന്റെ ജ്യൂസ്, രാവിലെ ഒരു നാരങ്ങയുടെ ജ്യൂസ്, രാവിലെ ഒരു മാങ്ങയുടെ ജ്യൂസ്, ഇങ്ങനെ ഏതെങ്കിലും ഒരു ഫ്രൂട്ടിന്റെ ജ്യൂസ് ആണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ കുടിക്കേണ്ടത്. പച്ചവെള്ളം മോശമൊന്നുമല്ല, പക്ഷെ വിധിച്ച വെള്ളം. ഇക്കോളജി പറയുന്നു, എല്ലാ ജീവനുള്ളതിനെ കുറിച്ചും പ്രതിപാദിക്കുന്ന ശാസ്ത്രമായ സയൻസായ ഇക്കോളജി പറയാണ് വിധിച്ച വെള്ളം കുടിക്കണം, അത് ഫ്രൂട്ടാണ്, ഫ്രൂട്ട്സിന്റെ ജ്യൂസാണ്. വിധിച്ച ഭക്ഷണം കഴിക്കണം, അത് ഫ്രൂട്ടാണ്. നിങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോയി നോക്കൂ, അവരുടെ പ്രധാനപ്പെട്ട ഭക്ഷണമൊക്കെ ഫ്രൂട്ട്സാണ്. നമ്മുടെ കേരളത്തിലാണ് ഇത്രയധികം അരിയാഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഡീജനറേറ്റീവ് രോഗങ്ങളുള്ളത്, ജീവിതശൈലി രോഗങ്ങളുള്ളത് കേരളത്തിലാണ്. കൃത്യമായി നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിൽ ഒരു ചിട്ടകൾ നമ്മൾ കൊണ്ടുവരണം. വലിയ സബ്ജക്റ്റാണ്, വലിയ സബ്ജക്റ്റാണ്. കൃത്യമായ ജീവിത ശൈലി നമ്മൾ കൊണ്ടുവരണം, ഭക്ഷണ രീതി നമ്മൾ കൊണ്ടുവരണം. ആ സമയത്താണ് ഒരു നല്ല ആരോഗ്യമുള്ളവനായിട്ട്, നല്ല പൂർണ്ണ ആരോഗ്യവനായിട്ട് നമുക്ക് മാറാൻ വേണ്ടി സാധിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, വിധിച്ച ഭക്ഷണവും വിധിച്ച വെള്ളവും കുടിക്കണം. അപ്പൊ ഇന്ന് കോഴികളും താറാവുകളും പക്ഷികളും കഴിക്കേണ്ട ഭക്ഷണം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കഴിച്ചത് കൊണ്ട് എന്ത് സംഭവിച്ചു? വർഷങ്ങളായി നമ്മൾ ഈ ശീലം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ, വർഷങ്ങളായി ഇത് നമ്മൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്കൊരുപാട് ജീവിത ശൈലി രോഗങ്ങൾ കടന്നു വന്നു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ? ഒരു പൂർണ്ണ ആരോഗ്യവാനായ മനുഷ്യന് എന്തൊക്കെ കാര്യങ്ങൾ വേണം? ഒരു ശരീരം ആരോഗ്യമുള്ളതായി നിലനിൽക്കാൻ പ്രോട്ടീൻ ആവശ്യമാണ്, ന്യൂട്രിയൻസുകൾ, പോഷകങ്ങൾ ധാരാളം ആവശ്യമാണ്, കാൽസ്യം ആവശ്യമാണ്, കാർബൺ ആവശ്യമാണ്, സോഡിയം ആവശ്യമാണ്, പൊട്ടാസ്യം ആവശ്യമാണ്, ഷുഗർ ആവശ്യമാണ്, പ്രഷർ ആവശ്യമാണ്, ഫാറ്റ് ആവശ്യമാണ്, അയൺ ആവശ്യമാണ്, ഇമ്മ്യൂണിറ്റി വളരെ പ്രധാനമാണ്. ഒരാരോഗ്യമുള്ള ശരീരത്തിന് വേണ്ട കാര്യങ്ങളായി ഇതൊക്കെ ദൈവം സംവിധാനിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യ ശരീരം സൃഷ്ടിക്കപ്പെടുന്ന സമയത്ത് ദൈവം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സംവിധാനിച്ചിട്ടുണ്ട്. ശരീരത്തിൽ പ്രോട്ടീൻ ഉണ്ട്, ശരീരത്തിൽ കാൽസ്യം ഉണ്ട്, കാർബൺ ഉണ്ട്, സോഡിയം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, ഷുഗർ ഉണ്ട്, പ്രഷർ ഉണ്ട്, ഫാറ്റ് ഉണ്ട്, അയൺ ഉണ്ട്, ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി ഉണ്ട്. പക്ഷെ ഇതൊക്കെ ചിലതിന്റെ അഭാവം മൂലം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ചിലതിന്റെ അതിപ്രസരം മൂലം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ടും ദോഷകരമായി ബാധിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കണം, ഒരാരോഗ്യമുള്ള ശരീരത്തിന് വേണ്ടി നമ്മൾ ഭക്ഷണം കഴിക്കണം. പക്ഷെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന രീതി, ശൈലി യഥാർത്ഥത്തിൽ ശരിയാണോ? നമ്മൾ എങ്ങനെയാ ഭക്ഷണം കഴിക്കുന്നത്? ഒന്ന്, നമ്മൾ വിധിച്ച ഭക്ഷണം കഴിക്കുന്നില്ല, നമ്മൾ വിധിച്ച വെള്ളം കുടിക്കുന്നില്ല, വല്ലപ്പോഴുമാണ്. എന്നാൽ ഇത് രണ്ടും ഇല്ല എന്നതിലുപരി, വിധിച്ച ഭക്ഷണവും വിധിച്ച വെള്ളവും നൽകുന്നില്ല എന്നതിലുപരി കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കണം, കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ശരീരത്തിൽ പ്രോട്ടീൻ ഉണ്ട്, ശരീരത്തിൽ ഷുഗർ ഉണ്ട്, പ്രഷർ ഉണ്ട്, കാൽസ്യം ഉണ്ട്, സോഡിയം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, ഇതൊക്കെ ശരീരത്തിലുണ്ട്. പക്ഷെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് വർദ്ധിപ്പിച്ചപ്പം ഉണ്ടായ പ്രതിഭാസ വ്യത്യാസം എന്താണ്? ഉണ്ടായ പ്രശ്ന സങ്കീർണമായ സാഹചര്യം എന്താണ്? ഇത് കൃത്യമായി ഒന്ന് ബോധ്യപ്പെട്ടാൽ മതി. എങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്? ഇപ്പൊ തീൻ മേശയിൽ ഭക്ഷണം ഒരുങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാ ഭക്ഷണം കഴിക്കുന്നത്? ആർത്തിയോടുകൂടെ കഴിക്കുന്നു.
ആർത്തിയോടുകൂടെ കഴിക്കുന്നു എന്ന് മാത്രമല്ല, അളവിൽ കൂടുതൽ കഴിക്കുന്നു. അളവിൽ കൂടുതൽ കഴിക്കുന്നു. അതാണ് ഇമ്പോർട്ടന്റ്. അതാണ് വളരെ പ്രധാനം. അളവിൽ കൂടുതൽ കഴിക്കുന്നു. എങ്ങനെ ഭക്ഷണം കഴിക്കണമെന്നാണ് എല്ലാ മതങ്ങളും പറഞ്ഞിരിക്കുന്നത്. ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോ നമ്മൾ എങ്ങനെയുള്ള ഭക്ഷണം കഴിക്കണം, എങ്ങനെ കഴിക്കണം, എന്ത് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതില് നമ്മൾ പലപ്പോഴും അളവ് വർദ്ധിപ്പിക്കുന്നു. ഭക്ഷണം അൺലിമിറ്റഡ് ആയിട്ട് കഴിക്കുന്നു. ചിലര് വയറ് നിറഞ്ഞാലും നിർത്തുന്നില്ല, ആർത്തിയോടെ കഴിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് സംഭവിക്കുന്നത് എന്താ? എല്ലാ മതങ്ങളും പ്രതിപാദിച്ചിട്ടുണ്ട്. മതങ്ങൾ പറയുന്നത് വയറിന്റെ 1/3 ഭക്ഷണം, 1/3 വെള്ളം, 1/3 വായു. ഇല്ലേ? ഇവിടെ നമ്മുടെ അമിതമായ ഭോജനം മൂലം, അമിതമായ ഭക്ഷണം കഴിക്കൽ മൂലം ഗ്യാസിന് പോകാൻ സ്ഥലമില്ല, വെള്ളത്തിന് നിൽക്കാൻ സ്ഥലമില്ല. അങ്ങനെ ആകെ കൂടി നമ്മുടെ ആമാശയമടക്കം കൺഫ്യൂഷൻ ആകുന്ന രീതിയിലുള്ള ഭക്ഷണശീലമാണ് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്ക് ഈ 1/3 ഭക്ഷണം എന്നുള്ളത് ഒരു മനുഷ്യൻ ശീലാക്കുകയാണെങ്കിൽ, വയറിന്റെ 1/3 ഭക്ഷണം, 1/3 വെള്ളം, 1/3 വായുവിന് വേണ്ടി നമ്മൾ സംവിധാനിക്കുകയാണെങ്കിൽ, ഞാൻ പറയുന്നു, ആ ശരീരം ഒരു ആരോഗ്യമുള്ള ശരീരമായിരിക്കും. ഒരസ്വസ്ഥതയും അവനുണ്ടാവില്ല. ഇപ്പെന്താ? ഭക്ഷണം അമിതമാകുന്നു എന്നതുകൊണ്ട് ശരീരം ആവശ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ പ്രോട്ടീൻ വർദ്ധിക്കുന്നു, ശരീരം ആവശ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ഫാറ്റ് വർദ്ധിക്കുന്നു, കൊഴുപ്പ് വർദ്ധിക്കുന്നു, ശരീരം ആവശ്യപ്പെടുന്നതിനേക്കാൾ ഷുഗർ വർദ്ധിക്കുന്നു, ശരീരം ആവശ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ പ്രഷർ വർദ്ധിക്കുന്നു, ഇമ്മ്യൂണിറ്റി താരതമ്യേന കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, പ്രതിരോധ ശേഷി താരതമ്യേന കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് വളരെ കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടേണ്ടത്. ആരോഗ്യമുള്ള ഒരു ശരീരം സംവിധാനിക്കണമെങ്കിൽ, സംജാതമാകണമെങ്കിൽ, അവിടെ 1/3 ഭക്ഷണം കഴിച്ച് ശീലിക്കണം. അത് വിധിച്ച ഭക്ഷണമാക്കാൻ വേണ്ടി ശ്രമിക്കണം. എല്ലാ നേരവും അരിയാഹാരം കഴിക്കുന്ന ശീലം മാറ്റണം. അപ്പൊ വയറിന് നല്ല അസ്വസ്ഥത ഉണ്ടാവാത്ത രീതിയിൽ കൃത്യമായി വയറിനെ നിയന്ത്രിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, വിധിച്ച ഭക്ഷണവും വെള്ളവും കുടിക്കുമ്പോ ആ സ്ഥാനത്ത് അമിതമായ ഭോജനം നടത്തിയാൽ, അമിതമായി ഭക്ഷിക്കാൻ ശ്രമിച്ചാൽ പ്രോട്ടീനും ഫാറ്റും ഒക്കെ വർദ്ധിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് പ്രോട്ടീൻ ശരീരത്തിന് ആവശ്യമാണ്. 2 തരത്തിലുള്ള പ്രോട്ടീനുകളാണുള്ളത്. അതിലൊന്ന് ആനിമൽ പ്രോട്ടീൻസ്, 2 പ്ലാന്റ് പ്രോട്ടീൻ. മാംസത്തിൽ നിന്നുള്ള പ്രോട്ടീൻസും അതുപോലെ സസ്യങ്ങളിൽ നിന്നുള്ള പ്രോട്ടീൻസും. ഇതിൽ അനിമൽ പ്രോട്ടീൻ ഏതൊക്കെയാ? മാംസപരമായിട്ടുള്ള പ്രോട്ടീൻസ് ഏതൊക്കെയാണ്? നമ്മൾ സാധാരണ പറയാറുണ്ട്, മാംസം, മത്സ്യം, മുട്ട, പാല്, ഇതൊക്കെ അനിമൽ പ്രോട്ടീൻസ് ആണ്. എന്നാൽ ഏതൊക്കെയാണ് പ്ലാന്റ് പ്രോട്ടീൻസ്? ചെറുപയറ്, മമ്പയറ്, കടല, ഗ്രീൻ പീസ്, സോയ, ഇതൊക്കെ പ്ലാന്റ് പ്രോട്ടീൻസ് ആണ്. ഇത് രണ്ടും പ്രോട്ടീൻസ് ആണ്. പക്ഷെ പ്രോട്ടീന്റെ അളവ് ശരീരത്തിൽ ഒരിക്കലും കൂടാൻ പാടില്ല. അപ്പം അമിതമായി പ്രോട്ടീൻ ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അമിതമായി കഴിക്കാൻ പാടില്ല. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? തീൻമേശയിൽ ഭക്ഷണം നിരന്നാൽ അവിടെ ഒരു ബീഫ് വരട്ടിയത് കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബീഫ് കൊണ്ടുപോയി നിരത്തുകയാണെങ്കിൽ, ഇന്ന് നമ്മൾ ആർത്തിയോടുകൂടെ അമിതമായി ബീഫ് കഴിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അമിതമായി നമ്മൾ ചിക്കൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ബൊഫെ സംവിധാനത്തിലൂടെ ഒരുപാട് വേറിട്ട ഭക്ഷണങ്ങൾ നമ്മൾ ഭുജിച്ചുകൊണ്ടിരിക്കുന്നു. ലിവർ പോലും കൺഫ്യൂഷൻ ആവുന്ന തരത്തിൽ ഭക്ഷണശീലം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ പ്രോട്ടീൻ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ ഓട്ടോമാറ്റിക് ഫാറ്റ് വർദ്ധിക്കും. അപ്പോൾ അമിതമായി നമ്മൾ മാംസാഹാരം കഴിച്ചാൽ, ഒരു ലിമിറ്റ് വെക്കാതെ അൺലിമിറ്റഡ് ആയി നമ്മൾ കഴിച്ചാൽ, അതിലൂടെ ഫാറ്റ് വർദ്ധിക്കുന്നു, കൊഴുപ്പ് വർദ്ധിക്കുന്നു,
ഫാറ്റ് വർദ്ധിച്ചാൽ പ്രോട്ടീൻ വർദ്ധിക്കുന്നു, അതിലൂടെ അസിഡിറ്റി വർദ്ധിക്കുന്നു. അസിഡിറ്റി വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് ഒരു മനുഷ്യ ശരീരത്തിലെ 98% രോഗങ്ങൾക്കും കാരണമാകുന്നു. മനുഷ്യ ശരീരത്തിലെ 98% രോഗങ്ങൾക്കും കാരണമാകുന്നത് അസിഡിറ്റിയാണ്. അപ്പൊ അസിഡിറ്റി വർദ്ധിക്കുന്നത് എന്തിലൂടെയാണ്? ഫാറ്റ് വർദ്ധിക്കുന്നതിലൂടെയാണ്. പ്രോട്ടീൻ വർദ്ധിക്കുന്നതിലൂടെയാണ്. അപ്പൊ പ്രോട്ടീന്റെ അളവ് ഗണ്യമായി കുറക്കണം. നിയന്ത്രിച്ചില്ലെങ്കിൽ അത് വലിയ അപകടാവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. ഇനി ഷുഗർ വർദ്ധിച്ച ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ഷുഗറുമായി നമ്മൾ ഡോക്ടറെ ട്രീറ്റ്മെന്റിന് വേണ്ടി സമീപിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താ? നിങ്ങൾ അരിയാഹാരം കുറക്കണം. എന്താ കാരണം? നമ്മൾ അമിതമായി അരിയാഹാരം തുടർന്നുകൊണ്ടിരിക്കുന്നു. അരിയാഹാരം കഴിച്ചാൽ അതിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുതലാണ്. ഓൾറെഡി നിങ്ങളുടെ ശരീരത്തിൽ ഷുഗർ ഉണ്ട്. വീണ്ടും ഷുഗറിന്റെ കണ്ടന്റ് കൂടുതലുള്ള ഉൽപ്പന്നം അല്ലെങ്കിൽ ഭക്ഷണം നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഷുഗറിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അരിയാഹാരം കുറക്കണം. ഇത് ജീവിതത്തിൽ ആദ്യം മുതലേ ശീലിക്കുകയാണെങ്കിലോ ഈ ഷുഗറിന്റെ അളവ് വർദ്ധിക്കുമോ? ഞാൻ പറഞ്ഞല്ലോ, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇതൊക്കെ നമ്മുടെ ശരീരത്തിലുണ്ട്, ദൈവം സംവിധാനിച്ചിട്ടുണ്ട്. പക്ഷേ അത് അളവിൽ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. പക്ഷെ നമ്മുടെ അമിതമായ ഭക്ഷണശീലം മൂലം ഇത് ധാരാളമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഡീജനറേറ്റീവ് രോഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, യൂറിക് ആസിഡ്, തൈറോയിഡ്, വെരിക്കോസ് വെയിൻ, ക്യാൻസർ പോലെയുള്ള ജീവിതശൈലി രോഗങ്ങളിലേക്ക് നമ്മളെ തള്ളിവിടുന്നു. ആഹാര നിയന്ത്രണമാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതുകൊണ്ട് പ്രോട്ടീൻ നമ്മൾ ധാരാളം കഴിച്ചുപോയി, അരി ആഹാരം നമ്മൾ വളരെയധികം കഴിച്ചുപോയി. അവിടെയാണ് ഇന്നത്തെ നമ്മുടെ പ്രൊഡക്റ്റുകളുടെ വലിയ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. വെൽനസ് ഉൽപ്പന്നങ്ങളുടെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ കഴിച്ചു പോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തെ ഇനി ആരോഗ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ, അവരുടെ ശരീരത്തെ ഒരു ഇമ്മ്യൂണിറ്റി പവറുള്ള, പ്രതിരോധ ശേഷിയുള്ള ശരീരമാക്കി മാറ്റണമെങ്കിൽ അവര് വെൽനസിലേക്ക് മടങ്ങണമെന്ന് ആരോഗ്യ വിഭാഗമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. അവിടെയാണ് വെൽനസിന്റെ പ്രാധാന്യം, അല്ലേ? നമ്മള് ഡെയിലി ഡിറ്റോക്സ് കഴിച്ചിട്ട് നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങളെ ദൂരീകരിക്കണം, ഒഴിവാക്കണം. നമ്മുടെ ഇമ്മ്യൂണിറ്റി 3+ കഴിച്ചുകൊണ്ട് നമ്മുടെ കുടലിനെ ക്ലീൻ ചെയ്യണം. മലബന്ധം വരാതെ നോക്കണം, അർഷസ് വരാതെ നോക്കണം, പൈൽസ് വരാതെ നോക്കണം, അല്ലേ? നമ്മുടെ വെൽനസ് ഉൽപ്പന്നങ്ങളുടെ പ്രസക്തി എത്രയാ? അതൊരു മെഡിസിൻ ആണെന്ന് അവകാശപ്പെടാനല്ലല്ലോ. അതൊക്കെ ഫുഡ് സപ്ലിമെന്റ്സ് ആണ്, നല്ല ആഹാരമാണ്, നല്ല ഭക്ഷണമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നല്ല ഭക്ഷണം കഴിക്കാൻ ശീലിക്കണം. അപ്പൊ ഇതൊക്കെ സംഭവിച്ചു പോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട നല്ല ഫുഡാണ്, നല്ല അന്നമാണ്, നല്ല ആഹാരമാണ് നമ്മുടെ വെൽനസ് ഉൽപ്പന്നങ്ങൾ, ഇല്ലേ? അവിടെ നമ്മൾ 95 എന്ന് പറയുന്ന ജ്യൂസ് കഴിക്കണം. നമ്മൾ മുരിങ്ങ എന്ന് പറയുന്ന വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള, വൈറ്റമിൻ സിയുടെ കലവറയായിട്ടുള്ള മുരിങ്ങ കഴിക്കണം. നമ്മുടെ വൈറ്റമിൻ സി കുറവുള്ളവരാണെങ്കിൽ അതിന് മാത്രം പ്രത്യേകം തയ്യാറാക്കപ്പെട്ട വൈറ്റമിൻ സി ക്യാപ്സൂൾ കഴിക്കണം. ഇതൊക്കെ അന്നമാണ്, നമുക്ക് കഴിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ക്യാപ്സൂൾ രൂപത്തിലും ലിക്വിഡ് രൂപത്തിലൊക്കെ സംവിധാനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഭക്ഷണമാണ്, നല്ല ഗുഡ് ഫുഡാണ്. അതുകൊണ്ട് അത് കഴിക്കണം. സ്പൈറലിന ഗോൾഡ് നമുക്കറിയാം, അല്ലേ? ഒരു കടൽപ്പായലാണ്. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ജീവിയായ ആമ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് കടൽപ്പായലാണ്. ആമയുടെ ആരോഗ്യത്തിന് വേണ്ടി ദൈവം സംവിധാനിച്ച ഏറ്റവും മഹത്തരമായിട്ടുള്ളൊരു ഫുഡാണ് കടൽപ്പായൽ. എന്നാൽ ആ കടൽപ്പായൽ ഏറ്റവും കൂടുതൽ മനുഷ്യന്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നു എന്നാണ് പഠനം. അതുകൊണ്ടാണ് സ്പൈറലിന ഗോൾഡിന്റെ പ്രസക്തി. ഇന്ന് സ്പേസിലൊക്കെ പോകുന്ന ആളുകൾ, ബഹിരാകാശത്തേക്കൊക്കെ പോകുന്ന ആളുകൾ, അവർ ഭക്ഷണം കൊണ്ടുപോകുന്നതിന് പകരം കയ്യിൽ സൂക്ഷിക്കുന്ന, കയ്യിൽ കരുതുന്നതാണ്
സ്പൈറലാഗോഡ്, കടൽപ്പായൽ അടങ്ങിയിട്ടുള്ള സൂപ്പർ ഫുഡ്, അല്ലെങ്കിൽ ഗുഡ് ഫുഡ്, നല്ല ഭക്ഷണം, നല്ല അന്നം, അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ. നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഒക്കെ പ്രസക്തി പറയുകയാണെങ്കിൽ ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 5 ദിവസമല്ല, അതിൽ കൂടുതൽ പറയാൻ നമ്മുടെ പ്രൊഡക്റ്റുകൾ ഉണ്ട്, വെൽനസ് ഉൽപ്പന്നങ്ങളുണ്ട്. അതിലേക്കൊന്നും കടക്കാൻ എന്റെ സമയം ഇന്ന് അനുവദിക്കില്ല. അത്തരത്തിലുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ. അപ്പൊ നല്ല ഫുഡ് ശീലിക്കാൻ വേണ്ടി ഭക്ഷണം കഴിച്ചു പോയ നമ്മൾ, അമിതമായ വിഷാംശം ഉള്ളിലേക്ക് കയറ്റിപ്പോയ നമ്മൾ, വിഷലിപ്തമായ ഫ്രൂട്ട്സുകളും വിഷലിപ്തമായ വെജിറ്റബിൾസുകളും വിഷലിപ്തമായിട്ടുള്ള മറ്റ് ആഹാര പദാർത്ഥങ്ങളും കഴിച്ചു പോയ നമ്മൾ ആ വിഷത്തെ റിമൂവ് ചെയ്യാൻ എന്ത് ചെയ്തു? മുമ്പുള്ള ആളുകൾ, നമ്മുടെ മുൻഗാമികൾ, അവര് വർഷത്തിൽ ഒരു പ്രാവശ്യം വയറിളക്കുമായിരുന്നു, വയറ് കഴുകുമായിരുന്നു ശുദ്ധി കലശത്തിന് വേണ്ടി. നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെയാണ് നമ്മുടെ ഡെയിലി ഡിറ്റോക്സിന്റെ വളരെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തിന് ഞാൻ കഴിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് പോയ വിഷാംശങ്ങളെ ദൂരീകരിക്കാൻ അത് മലത്തിലൂടെ പോകുന്നതിന് പരിധിയുണ്ട്, അത് മൂത്രത്തിലൂടെ പോകുന്നതിന് പരിധിയുണ്ട്, അത് വിയർപ്പിലൂടെ പോകുന്നതിന് പരിധിയുണ്ട്. അതിനപ്പുറം നമ്മൾ കൊടുക്കേണ്ട ഒരു സൂപ്പർ ഫുഡാണ് നമ്മുടെ ഡെയിലി ഡിറ്റോക്സ് എന്ന് പറയുന്നത്. കഴിക്കാൻ ശീലിക്കണം, കഴിക്കാൻ നമ്മൾ ശ്രമിക്കണം. വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു ബോട്ടിൽ ഡെയിലി ഡിറ്റോക്സ് ഈ കാലഘട്ടത്തിൽ, ഈ സാഹചര്യത്തിൽ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കണം, നമ്മുടെ ശരീരം ആരോഗ്യമുള്ളതാക്കി നിലനിർത്താൻ വേണ്ടി. അപ്പൊ ഞാൻ പറഞ്ഞു, പ്രോട്ടീൻ അമിതമായി ചെന്ന് കഴിഞ്ഞാൽ ഫാറ്റ് വർദ്ധിക്കും, ഫാറ്റ് വർദ്ധിച്ചാൽ അസിഡിറ്റി വർദ്ധിക്കും, അസിഡിറ്റി വർദ്ധിച്ചാൽ അത് ശരീരത്തിലെ 98% രോഗങ്ങൾക്കും കാരണമായി മാറും. അപ്പൊ പ്രോട്ടീന്റെ അളവ് നിയന്ത്രിക്കുക. ഇനി നമ്മൾ ഒരു നിശ്ചിത അളവിലുള്ള പ്രോട്ടീനാണ് കഴിച്ചത് എന്ന് കൂട്ടുക. ആ കഴിച്ച പ്രോട്ടീൻ കൊണ്ട് അസിഡിറ്റി വന്നാൽ ആ അസിഡിറ്റിയെ ആൽക്കലൈൻ ആക്കാൻ ദൈവം സംവിധാനിച്ച ആൽക്കലൈൻ കണ്ടന്റ് ആണ് ഉമിനീര് എന്ന് പറയുന്നത്. മറ്റൊരു കണ്ടന്റ് ആണ് നമ്മുടെ ദഹനരസം എന്ന് പറയുന്നത്. ഈ 2 സംവിധാനത്തിലൂടെ ദൈവം നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ആമാശയത്തിൽ ഉണ്ടായ അസിഡിറ്റിയെ ആൽക്കലൈൻ ആക്കാൻ വേണ്ടി, അതായത് അമ്ലത്വത്തെ ചാരത്തമാക്കാൻ വേണ്ടി ദൈവം ശ്രമിക്കുന്നു. പക്ഷേ നമ്മൾ അമിതമായി കഴിച്ചു പോകുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് അതിനെ ആൽക്കലൈൻ ആക്കാനുള്ള കണ്ടന്റുകൾ കൊടുക്കണം. അപ്പൊ നമ്മൾ കുക്കുംബർ കഴിക്കേണ്ടി വരും. ഭക്ഷണം കഴിച്ച് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ കുക്കുംബർ ശീലിക്കണം, സലാഡ് ശീലിക്കണം. ധാരാളം ആൽക്കലൈൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വെജിറ്റബിൾസുകളും ഫ്രൂട്ട്സുകളും ഉണ്ട്, അത് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കണം. അമിതമായി കഴിച്ചിട്ട് ദൈവത്തെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. അപ്പൊ കഴിച്ചു പോയതിനെ നിയന്ത്രിക്കണമെങ്കിൽ, അതിലൂടെ ഉണ്ടായിരിക്കുന്ന അസിഡിറ്റിയെ ചെറുക്കണമെങ്കിൽ നമ്മൾ ആൽക്കലൈൻ ആക്കാനുള്ള സംവിധാനത്തെ കൊണ്ടുവരണം. അപ്പൊ നമ്മൾ മിതമായാണ് കഴിച്ചിരുന്നതെങ്കിൽ ആ മിതമായ അസിഡിറ്റിയെ ആൽക്കലൈൻ ആക്കാനുള്ള കണ്ടന്റ് ആണ് ഉമിനീര് ദൈവം സൃഷ്ടിക്കപ്പെട്ടത്. പക്ഷെ അതിനേക്കാളും മറികടന്ന്, അതിനെയൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് നമ്മൾ അമിതമായി ഫുഡ് കഴിച്ചപ്പം, അമിതമായി പ്രോട്ടീൻ കഴിച്ചപ്പം ഉണ്ടായ വ്യതിയാനങ്ങളെ മാറ്റാൻ നമ്മൾ പുറമെ നിന്ന് ഫുഡ് സപ്ലിമെന്റുകൾ ശീലിക്കണം. അപ്പൊ ഈ തരത്തിലുള്ള വിഷലിപ്തമല്ലാത്ത ഫുഡുകളും അല്ലെങ്കിൽ ഫ്രൂട്ട്സുകളും വെജിറ്റബിൾസുകളും പച്ചക്കറികളും നമുക്ക് ലഭ്യമല്ലാത്തത് കൊണ്ട് ഇന്ന് വെൽനസിന്റെ പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ദഹനക്കുറവുള്ള ആളുകളോട് ഡോക്ടേഴ്സ് പറയുന്നത് എന്താ? നിങ്ങൾ ഇലക്കറികൾ ധാരാളം കഴിക്കണം, ഫൈബർ കണ്ടന്റ് ഉള്ള, നാരടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ശീലിക്കണം, ഇലക്കറികൾ ധാരാളം കഴിക്കണം, അല്ലേ? ഡോക്ടർമാർ നിർദ്ദേശിക്കുക. അതിന് പകരമായി വന്നതല്ലേ നമ്മുടെ G+ പ്രോബയോട്ടിക്, ഒരു നാരടങ്ങിയ ഭക്ഷണം, ഒരു ഫൈബർ ഫുഡാണ് G+ പ്രോബയോട്ടിക്. നമ്മൾ ശീലിക്കണം. അങ്ങനെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പ്രോട്ടീൻ വർദ്ധിച്ചാൽ ഫാറ്റ് വർദ്ധിക്കും, ഫാറ്റ് വർദ്ധിച്ചാൽ അസിഡിറ്റി വർദ്ധിക്കും, അസിഡിറ്റി വർദ്ധിച്ചാൽ അത് 98% രോഗങ്ങൾക്ക് കാരണമാകും. അപ്പൊ ഓൾറെഡി ഷുഗർ ഉള്ള ശരീരത്തിലേക്ക് ഷുഗർ കണ്ടന്റ് ഉള്ള ധാരാളം ഫുഡുകൾ അമിതമായി കഴിച്ചാൽ, അത് ശീലമാക്കിയാൽ ഷുഗറിന്റെ അളവ് വർദ്ധിക്കും, അയാൾ ഒരു ഷുഗർ പേഷ്യന്റായി മാറും. അതൊക്കെ വരാതിരിക്കാനാണ് നമ്മുടെ ഫുഡ് സപ്ലിമെന്റ്സുകൾ
വെൽനസ് ഉൽപ്പന്നങ്ങൾ നമ്മൾ ശീലിക്കണമെന്ന് നമ്മൾ വാതോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ നമ്മുടെ ആഹാരത്തെ നിയന്ത്രിക്കുക, നല്ലൊരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. രണ്ടാമത്, പ്രോട്ടീനെ പോലെ തന്നെ വളരെ പ്രധാനമാണ് കാൽസ്യം, അല്ലേ? കാൽസ്യം ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് വേണം? ശരീരത്തിൽ വൈറ്റമിൻ സി വേണം. വൈറ്റമിൻ സിയുടെ കലവറയാണ് നമ്മുടെ മുരിങ്ങ. അതിന് സ്പെഷ്യലായിട്ട് വന്നതാണ് നമ്മുടെ വൈറ്റമിൻ സി. അത് വൈറ്റമിൻ സിയുടെ കലവറ മാത്രമാണ്. എന്നാൽ മുരിങ്ങ ഒരുപാട് ഗുണങ്ങൾ, വൈറ്റമിൻ സി അടക്കമുള്ള ഒരുപാട് വൈറ്റമിൻസുകൾ അടങ്ങിയിട്ടുള്ളതാണ് മുരിങ്ങ. അതൊക്കെ നമ്മൾ ശീലമാക്കണം. അപ്പോ ഏറ്റവും കൂടുതൽ അവിടെ നമ്മൾ ഫ്രൂട്ട്സിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നവരാണ്. വൈറ്റമിൻ സിയുടെ അഭാവം മൂലം എല്ലുകൾക്ക് പ്രശ്നങ്ങൾ സംഭവിക്കും. കാൽസ്യം കുറയുമ്പോൾ എല്ലുകൾക്ക് പ്രശ്നങ്ങൾ സംഭവിക്കുന്നു, പല്ലുകൾക്ക് പ്രശ്നം സംഭവിക്കുന്നു, നഖങ്ങൾക്ക് പ്രശ്നങ്ങൾ സംഭവിക്കുന്നു, നമ്മുടെ സ്കിന്നിന് പ്രശ്നങ്ങൾ സംഭവിക്കുന്നു, അല്ലേ? മുഖത്തൊക്കെ പാടുകൾ വരുന്നത്, വെള്ളപ്പുള്ളികൾ പ്രത്യക്ഷപ്പെടുന്നതൊക്കെ കാൽസ്യത്തിന്റെ കുറവാണെന്ന് ഡോക്ടേഴ്സ് നമ്മളോട് പറയാറുണ്ട്. അപ്പൊ നമ്മളോട് പറയും ധാരാളം നിങ്ങൾ നെല്ലിക്ക കഴിക്കണം, അമ്ല അല്ലേ, നെല്ലിക്ക ധാരാളം കഴിക്കണം എന്ന് പറയും, വൈറ്റമിൻ സി ആണ്. നാരങ്ങ കഴിക്കണം എന്ന് പറയും, വൈറ്റമിൻ സി ആണ്, അല്ലേ? എന്നാൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഏറ്റവും മനോഹരമായ ഫ്രൂട്ട് ഏതാ? വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഏറ്റവും മനോഹരമായ ഫ്രൂട്ട് ഏതാ? നമ്മൾ കഴിക്കേണ്ട ഫ്രൂട്ട് ഏതാ? മനുഷ്യൻ കഴിക്കേണ്ട ഫ്രൂട്ട് ഏതാ? നമ്മൾ പലപ്പോഴും കഴിച്ചു കൊണ്ടിരുന്നത് നെല്ലിക്കയാണ്. വൈറ്റമിൻ സി വർദ്ധിപ്പിക്കാൻ വേണ്ടി, കാൽസ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത് എന്താ? നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത് നെല്ലിക്കയാണ്. പിന്നെ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത് നാരങ്ങയാണ്, അല്ലേ? എന്നാൽ വൈറ്റമിൻ സിയുടെ വലിയ കലവറയാണ് പേരയ്ക്ക. വൈറ്റമിൻ സിയുടെ വലിയ കലവറയാണ് പേരയ്ക്ക. അപ്പോ വൈറ്റമിൻ സി കുറവുള്ള, കാൽസ്യക്കുറവുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ഫ്രൂട്ടുകളിൽ ഏറ്റവും ബെറ്റർ ഏതാ? നെല്ലിക്കയാണോ, നാരങ്ങയാണോ, പേരയ്ക്കയാണോ? ഏതാ ഏറ്റവും ബെറ്ററായ ഫ്രൂട്ട്? ഇവിടെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഫ്രൂട്ട് എന്ന് പറയുന്നത് നമ്മൾ കഴിച്ചത് നെല്ലിക്കയാണ്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചത് നാരങ്ങയാണ്. പക്ഷെ ഏറ്റവും ബെറ്റർ പേരയ്ക്കയാണ്. എന്താ കാരണം? എന്താ കാരണം? ഇത് മൂന്ന് ടേസ്റ്റ് ആണ്. നെല്ലിക്ക എന്താ? കയ്പും ചവർപ്പുമാണ് നെല്ലിക്ക, അല്ലേ? നാരങ്ങ എന്താണ്? പുളിയോട് കൂടിയ മധുരമാണ്. പുളിയോട് കൂടിയ മധുരമാണ് നാരങ്ങ. എന്നാ പേരയ്ക്കയോ? പേരയ്ക്ക മധുരമാണ്. പേരയ്ക്ക മധുരമാണ്. അപ്പൊ മനുഷ്യന് വൈറ്റമിൻ സി കുറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ കാൽസ്യം കുറഞ്ഞാൽ, മനുഷ്യൻ ഉപയോഗിക്കേണ്ട ഏറ്റവും ബെറ്ററായ ഫുഡ് എന്ന് പറയുന്നത്, ഫ്രൂട്ട് എന്ന് പറയുന്നത് പേരയ്ക്കയാണ്. എന്താ കാരണം? പേരയ്ക്ക മധുരമാണ്. മനുഷ്യൻ മധുര ജീവിയാണ്. ക്ലിയർ? മനുഷ്യൻ മധുര ജീവിയാണ്. അതുകൊണ്ട് മധുരമുള്ള പേരയ്ക്കയാണ് കാൽസ്യം വർദ്ധിപ്പിക്കാൻ മനുഷ്യന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഫ്രൂട്ട്, ഏറ്റവും ആപ്റ്റായ ഫ്രൂട്ട്. അപ്പൊ ആ രീതിയിൽ കൃത്യമായിട്ട് മനുഷ്യൻ എന്ത് കഴിച്ച് ശീലിക്കണം? പേരക്ക കഴിച്ച് ശീലിക്കണം. ശോധനക്ക്, അല്ലെ, ഡൈജഷൻ പ്രക്രിയക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫ്രൂട്ടാണ് പേരയ്ക്ക. കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൃത്യമായ ശോധന ഉണ്ടാവും, ഡൈജഷൻ നടക്കും, വയറ് സംബന്ധമായ പ്രശ്നങ്ങൾ തീരും, കൃമിശല്യം കുറയും. ഇതൊക്കെയാണ് ആ രീതിയിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഫുഡുകൾ തിരഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പൊ ഒന്ന്, പ്രോട്ടീന്റെ കാര്യം ശ്രദ്ധിക്കുക. രണ്ട്, കാൽസ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇന്ന് നമുക്ക് പേരയ്ക്കയൊന്നും സുലഭമായി ലഭിക്കാത്തത് കൊണ്ട്, നെല്ലിക്ക സുലഭമായി ലഭിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നാരക സുലഭമായി ലഭിക്കാത്തത് കൊണ്ട്, ഇനി ലഭിച്ചാൽ തന്നെ അതിലൊക്കെ വിഷാംശമുള്ളത് കൊണ്ട്, വിഷം തളിച്ച് വരുന്നതായതുകൊണ്ട് നമുക്ക് ഏറ്റവും ബെറ്റർ നമ്മുടെ ഫുഡ് സപ്ലിമെന്റ്സ് ആയിട്ടുള്ള മുരിങ്ങയും വൈറ്റമിൻ സിയുമാണ്. ഇതാ ഞാൻ പറഞ്ഞു വന്നത്. ഈ പേരയ്ക്കയും നാരങ്ങയും നെല്ലിക്കയൊക്കെ വാങ്ങി കഴിക്കുന്നതിന് പകരം കാൽസ്യക്കുറവുള്ള ആളുകൾ, വൈറ്റമിൻ സിയുടെ അഭാവമുള്ള ആളുകൾ നിർബന്ധമായിട്ടും കഴിച്ചിരിക്കേണ്ടതാണ് വൈറ്റമിൻ സി അല്ലെങ്കിൽ മുരിങ്ങ. ഈ 2 ക്യാപ്സൂൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ആ രീതിയിൽ ഭക്ഷണങ്ങളെ നിയന്ത്രിക്കുക, വെള്ളം നിയന്ത്രിക്കുക, പ്രോട്ടീന്റെ അളവ് കുറക്കുക, കാൽസ്യം ക്രമീകരിക്കുക. ഒരുപാട് ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കും.
ഒരുപാട് ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഈ പറഞ്ഞ ഫാറ്റ്, 2 തരത്തിലുള്ള ഫാറ്റ് അല്ലേ, HDL-ഉം LDL-ഉം 2 ഫാറ്റ്. ഇതിൽ ചിലർ മനസ്സിലാക്കിയത് HDL വേണം LDL വേണ്ട എന്നാണ്. എന്നാൽ മനുഷ്യ ശരീരത്തിന് ഈ 2 ഫാറ്റുകളും വേണം, ഈ 2 കൊഴുപ്പുകളും വേണം. HDL-ഉം വേണം, LDL-ഉം വേണം. പക്ഷേ അത് അമിതമാവാനും പാടില്ല, കുറയാനും പാടില്ല, നിയന്ത്രണ വിധേയമായിരിക്കണം. ഷുഗർ കൂടാനും പാടില്ല, കുറയാനും പാടില്ല, നിയന്ത്രണ വിധേയമായിരിക്കണം. പ്രഷർ കൂടാനും പാടില്ല, കുറയാനും പാടില്ല, നിയന്ത്രണ വിധേയമായിരിക്കണം. പ്രോട്ടീൻ കൂടാനും പാടില്ല, കുറയാനും പാടില്ല, നിയന്ത്രണ വിധേയമായിരിക്കണം. കാൽസ്യം കൂടാനും പാടില്ല, കുറയാനും പാടില്ല, നിയന്ത്രണ വിധേയമായിരിക്കണം. സോഡിയം കൂടാനും പാടില്ല, കുറയാനും പാടില്ല, നിയന്ത്രണ വിധേയമായിരിക്കണം. അപ്പൊ നിയന്ത്രണ വിധേയമാവണമെങ്കിൽ ഏറ്റവും അനിവാര്യം എന്താണ്? സൂപ്പർ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. നല്ല ഭക്ഷണം കഴിക്കുക, നല്ല വെള്ളം കുടിക്കുക. അതിന് നല്ല ഭക്ഷണവും വെള്ളവും ഒക്കെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് സംസാരിച്ചിട്ടുണ്ട്. അത് ജീവിതത്തിൽ ഒരു ശീലമാക്കി മാറ്റാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക, ഇല്ലേ? ഇനി മൂന്നാമത്തെ കാര്യം എന്താ? സൗന്ദര്യം. 4 മിനിറ്റും കൂടെ ഉണ്ട്. ആ സൗന്ദര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. സൗന്ദര്യം ഏറ്റവും കൂടുതൽ മനുഷ്യൻ ആവശ്യപ്പെടുന്നതും മനുഷ്യൻ ആഗ്രഹിക്കപ്പെടുന്നതുമാണ് സൗന്ദര്യം എന്ന് പറയുന്നത്. ആ സൗന്ദര്യം ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നല്ല സൂപ്പർ ഫുഡ്, നല്ല ഭക്ഷണം കഴിക്കുക എന്നതാണ്, വിധിച്ച ഭക്ഷണം കഴിക്കുക എന്നതാണ്. അതുപോലെ തന്നെ മനസ്സ് നന്നാക്കുക എന്നതാണ്. മനസ്സ് നന്നാക്കുക. അപ്പൊ ഒരു മനുഷ്യൻ പൂർണ്ണ ആരോഗ്യവാനായി മാറിയാൽ അവൻ നല്ല സൗന്ദര്യമുള്ളവനായിട്ട് മാറും, നല്ല ആരോഗ്യമുള്ളവനായിട്ട് മാറും. അപ്പൊ ആ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല ഭക്ഷണം കഴിക്കുക, അതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഫുഡ് സപ്ലിമെന്റ്സുകൾ തിരഞ്ഞെടുക്കുക. അതിൽ ഒന്നാമത്തെ ഫുഡാണ് നമ്മുടെ കവചപ്രാഷ് എന്ന് പറയുന്ന ലേഹ്യം. 42 ഇൻഗ്രീഡിയൻസ് ഉള്ള, ഇന്ത്യൻ മാർക്കറ്റിൽ മറ്റൊരു കമ്പനിക്കും അവകാശപ്പെടാനില്ലാത്ത ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയിട്ടുള്ള കർക്കിടക ലേഹ്യം പോലെ, പ്രസവരക്ഷ പോലെ നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ പറ്റുന്ന ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആയിട്ടുള്ള കവചപ്രാഷ് ലേഹ്യം. ആ കവചപ്രാഷിനെ കുറിച്ച് സംസാരിക്കാനുണ്ട് 1 മണിക്കൂർ. ആ കവചപ്രാഷിൽ കുങ്കുമം അടങ്ങിയിട്ടുണ്ട്. കുങ്കുമം എന്നൊരു ഇൻഗ്രീഡിയൻസ് ഉണ്ട്. കവചപ്രാഷ് ശീലമാക്കുകയാണെങ്കിൽ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കുന്നതോടൊപ്പം ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതോടൊപ്പം മുഖത്തിന്റെ സൗന്ദര്യം, ശരീരത്തിന്റെ സൗന്ദര്യം വർദ്ധിക്കും. സൗന്ദര്യം വർദ്ധിക്കാൻ വളരെ ബെറ്ററാണ് നമ്മുടെ കവചപ്രാഷ് ലേഹ്യം. ചില ആളുകൾ അമിതമായി തടിച്ചു പോകുന്നു പേടിച്ചിട്ട് കഴിക്കാതിരിക്കുകയാണ്. ആ അമിതമായി തടിച്ചു പോകുന്നത് നമ്മുടെ ഓവർ ഫുഡ് കൊണ്ടാണ്. അരിയാഹാരം വല്ലാതെ ചെന്ന് കഴിഞ്ഞാൽ തടിച്ചു തീർക്കും. അമിതമായി ഫാറ്റ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചാൽ, പ്രോട്ടീൻ ധാരാളമായി ചെന്നാൽ ശരീരം അമിതമായി തടിക്കും, കൊഴുക്കും. അതൊക്കെ നിയന്ത്രിക്കുക. എന്നിട്ട് കവചപ്രാഷ് കഴിക്കുക. കവചപ്രാഷ് കഴിച്ചാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. സൗന്ദര്യം വർദ്ധിക്കുക മാത്രമല്ല, ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാകുന്നതിലൂടെ ഇന്നത്തെ ജീവിതശൈലി രോഗങ്ങളെ തടയാൻ, തുമ്മൽ, അലർജി പോലെയുള്ളതിനെ തടയാൻ, അതുപോലെ തന്നെ മറ്റുള്ള പ്രയാസങ്ങളെ തടയാൻ, ജീവിതത്തിൽ ഇന്ന് വന്നു ചേരുന്ന വൈറസുകളെയും ഫംഗസുകളെയും തടുത്തു നിർത്താൻ ഒരു പരിചയമായി മാറുന്നതാണ് നമ്മുടെ കവചപ്രാഷ് ലേഹ്യം. അതേപോലെ തന്നെ മറ്റൊരു പ്രൊഡക്റ്റാണ് 95 അല്ലേ? 9.5 ലക്ഷം ഒറോക്ക വാല്യൂ, 9.5 ലക്ഷത്തോളം ഒറോക്ക വാല്യുള്ള, ഓക്സിജൻ റാഡിക്കൽ അബ്സർവേഷൻ കപ്പാസിറ്റി ഉള്ള മനോഹരമായ ഒരു ജ്യൂസിന്റെ കണ്ടന്റ്. ജ്യൂസ്, ഹെൽത്ത് ഡ്രിങ്ക്, അതിന് മറ്റൊന്നും ആഡ് ചെയ്യപ്പെട്ടിട്ടില്ല. 13 ബെറിപ്പഴങ്ങൾ, അംല, അലോവര, നോനി, ഇങ്ങനെ 16 ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള മനോഹരമായ ഒരു ഹെൽത്ത് ഡ്രിങ്ക് ആണ്, ഫ്രൂട്ട് ജ്യൂസ് ആണ്. ഏത്? 95. ഞാൻ നേരത്തെ പറഞ്ഞ വിധിച്ച വെള്ളത്തിലേക്ക് നമുക്ക് എന്തിനെ കൊണ്ടുപോകാം? 95നെ കൊണ്ടുപോകാം. നമ്മൾ പുറത്തിറങ്ങിയിട്ട് കഫേ പോയിട്ട് ധാരാളം ജ്യൂസുകൾ കുടിക്കുന്നവരാണ്. ഏറ്റവും നല്ല ബെറ്ററായ ഒരു ജ്യൂസ് കഫേയിൽ നിന്ന്, ബേക്കറിയിൽ നിന്ന് ലഭിക്കണമെങ്കിൽ 100 രൂപയിലധികം നമ്മൾ കൊടുക്കണം. അതേപോലെ 103 രൂപയോളം മാത്രമാണ് നമ്മുടെ 95 എന്ന് പറയുന്ന ജ്യൂസിന് വരുന്നത് ഒരു ദിവസം കുടിക്കാൻ. പക്ഷെ അത് നമ്മൾ 30 ദിവസം തുടർച്ചയായിട്ട് കുടിക്കുമ്പോൾ ഏതാണ്ട് 3700-ലധികം
അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന എമൗണ്ട് പ്രകാരം 3245 രൂപ കൊടുത്താൽ കിട്ടുന്ന ഒരു സൂപ്പർ ഡ്രിങ്ക് ആണ്, ജ്യൂസ് ആണ്, വിധിച്ച വെള്ളമാണ് ഏത്? 95. കഴിക്കാൻ എത്ര പേര് ശ്രമിക്കാറുണ്ട്? രോഗം വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുക. രോഗം വരട്ടെ എന്നിട്ട് കഴിച്ചു നോക്കാം എന്ന് പറഞ്ഞ് കാത്തിരിക്കുക. 95 ശീലമാക്കണം. വർഷത്തിൽ ഒരു 3 ബോട്ടിലെങ്കിലും നമ്മൾ കഴിച്ചിരിക്കണം. നമ്മുടെ ശരീരത്തിന് വേണ്ടി, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ കഴിച്ചിരിക്കണം. അപ്പൊ ആ രീതിയിൽ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ നമ്മുടെ 95ഉം വളരെ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നു. നമ്മുടെ ബോഡിയെ സ്ട്രക്ചർ ചെയ്യുന്നു. ഒരു നല്ല ശരീരം കാണാൻ അമിതമായ കൊഴുപ്പ് അടിഞ്ഞുകൂടി അവിടെ ഇവിടെയും തൂങ്ങിക്കിടക്കുന്ന പോലെ കിടക്കാതെ നല്ല സ്ട്രക്ചറായ വടിവുള്ള അഴകൊത്ത ഒരു ശരീരം നമുക്ക് പ്രദാനം ചെയ്യുന്ന സാധന നമ്മുടെ 95 എന്ന് പറഞ്ഞ ജ്യൂസ്. കഴിക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പം ആഹാരവും ആരോഗ്യവും സൗന്ദര്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. ആഹാരം നന്നാക്കുക, ആരോഗ്യം വീണ്ടെടുക്കുക, സൗന്ദര്യം വർദ്ധിപ്പിക്കുക.